അമേരിക്ക ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗസയിൽ ഹമാസിനെ മാറ്റി മറ്റൊരു ഭരണം വരുമോ? ആരാണ് ഈ ഭരണത്തിന് നേതൃത്വം നൽകുക? തകർന്നടിഞ്ഞ ഗസയെ പുനർനിർമ്മിക്കാൻ ഈ ടെക്നോക്രാറ്റ് ഗവൺമെൻറ്റിന് സാധിക്കുമോ? ഈ ഭരണമാറ്റത്തെ മുന്നിൽ നയിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നിക്കോളായ് വ്ലാഡിനോവ് അതാരാണ്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിലെ വെടിനിർത്തൽ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായും നടക്കേണ്ടത്. ഗസയിൽ ഹമാസിൻ്റെ നിരായുധീകരണം, 2 പുതിയൊരു ഭരണക്രമം. ഗസയുടെ ഭരണനിയന്ത്രണം ഇനി NCA അഥവാ നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു സാങ്കേതിക സമിതിക്കായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുക, പാർപ്പിടം ഉറപ്പാക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ഈ സമിതിയുടെ ചുമതല. ഫലസ്തീനിയൻ സിവിൽ എഞ്ചിനീയറായ അലി ഷാദ് ഈ ഭരണത്തിന് നേതൃത്വം നൽകും എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതോറിറ്റി മന്ത്രിസഭയിൽ നേരത്തെ അംഗമായിരുന്നു അലി ഷാദ്. 20 ലക്ഷം വരുന്ന കുടിയിറക്കപ്പെട്ട ഗസക്കാരുടെ അടിയന്തര മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ദശലക്ഷക്കണക്കിന് ടൺ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമുള്ള വലിയ ദൗത്യമാണ് ഈ സമിതിക്ക് മുമ്പിൽ ആദ്യമുള്ളത്. ഇപ്പോൾ ഹമാസ് സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നവരെ ഉൾപ്പെടുത്താനും ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് ഫലസ്തീനികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാനും സമിതിക്ക് കഴിയണം. ഇത് പ്രധാന വെല്ലുവിളിയാണ്. 53-കാരനായ മുൻ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രി നിക്കോളായ് വ്ലാഡിനോവിനാണ് ഈ സമിതിയെ ഗസയിൽ സ്ഥാപിക്കാനുള്ള ചുമതല ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. ട്രംപ് നിർദ്ദേശിച്ച ബോർഡ് ഓഫ് പീസ് ഡയറക്ടർ ജനറലാണ് വ്ലാഡിനോവ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇതിനകം പലതവണ വ്ലാഡിനോവ് ചർച്ച നടത്തിയിട്ടുണ്ട്. 2015 മുതൽ 2020 വരെ UN-ന്റെ മിഡിൽ ഈസ്റ്റ് ദൂതനായിരുന്നു വ്ലാഡിനോവ്. എല്ലാ പക്ഷങ്ങളുമായും ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു ഫയർ ഫൈറ്റർ എന്ന നിലയിൽ അറിയപ്പെടുന്നു. പുതിയ ഭരണസമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി വ്ലാഡിനോവ് കൈറോയിൽ വിവിധ ഫലസ്തീൻ വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ട്രംപ് ഇസ്രായേലിനു വേണ്ടി ഉണ്ടാക്കിയ അബ്രഹാം അക്കോർഡിനെ അനുകൂലിക്കുന്ന വ്ലാഡിനോവിൻ്റെ നിലപാട് ഫലസ്തീൻ സംഘടനകൾക്ക് ഇദ്ദേഹത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഗസയിലെ ജനങ്ങൾ നേരിടുന്ന കടുത്ത പട്ടിണിയും അഭയാർത്ഥിത്വവും പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ സാങ്കേതികമായ അല്ലെങ്കിൽ മാനേജീരിയൽ തലത്തിലുള്ള രീതികൾക്കാണ് നിക്കോളായ് വ്ലാഡിനോവ് മുൻഗണന നൽകുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ അന്താരാഷ്ട്ര സംവിധാനത്തിൻ്റെ ഡയറക്ടർ ജനറലാണ് വ്ലാഡിനോവ് എങ്കിൽ അതിനു മുകളിൽ വേറെയും കുറേ പേരുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അധ്യക്ഷൻ. ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമുണ്ട് സമിതിയിൽ. പുറമെ ഇന്ത്യൻ വംശജനും ലോകബാങ്ക് പ്രസിഡന്റുമായ അജയ് ബംഗ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിൻ്റെ മരുമകനും ഉപദേഷ്ടാവുമായ ജേഡ് കുഷ്ണർ എന്നിവരും സമിതി അംഗങ്ങളാണ്. UN സുരക്ഷാ സമിതിയുടെ 2803 നമ്പർ പ്രമേയത്തിൻ്റെ പിന്തുണ ഈ സംവിധാനത്തിന് US നേടിയെടുത്തിട്ടുണ്ട്. റഷ്യയും ചൈനയും ഈ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ എതിർക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ സാധ്യമാകേണ്ട മറ്റൊരു കാര്യം അന്താരാഷ്ട്ര സുരക്ഷാ സേന ഗസയിൽ വിന്യസിക്കുക, ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ സൈനികരായി ഗസയിലേക്ക് ആളുകൾ എത്താവൂ എന്നാണ് പറയുന്നത്. തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും ഒന്നും സൈനികരെ പറ്റില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇസ്രായേൽ സൈനികർ ഗസയിൽ നിന്ന് മാറാതെ നിൽക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സമിതി അംഗങ്ങൾ സാങ്കേതികമായി വിദഗ്ധരാണ് എങ്കിലും ഗസയ്ക്ക് വേണ്ടത് കേവലം മാനേജ്മെൻറ്റ് വിദഗ്ധരെയല്ല, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഫലസ്തീൻ അതോറിറ്റിക്ക് സമാന്തരമായി മറ്റൊരു ഭരണകൂടം ഇവിടെ ഗസയിൽ വരുന്നത് റമല്ലയിലെ ഭരണ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. വെടിനിർത്തൽ 1-ാം ഘട്ടത്തിലെ പരാജയങ്ങൾ കാരണം 2-ാം ഘട്ടത്തെക്കുറിച്ച് ഫലസ്തീനികൾക്കിടയിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഒക്ടോബർ മുതൽ ഇസ്രായേൽ 1000-ലധികം തവണയാണ് വെടിനിർത്തൽ ലംഘിച്ചത്. 450-ലധികം ഫലസ്തീനികൾ ഈ വെടിനിർത്തൽ കാലയളവിൽ തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഗസക്കാവശ്യമായ സഹായത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോഴും അവിടെ എത്തുന്നുള്ളൂ. ഈ സന്ദർഭത്തിലാണ് വെടിനിർത്തൽ 2-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് വ്യക്തമായൊരു പാത ട്രംപിൻ്റെ ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഫലസ്തീനികൾ എല്ലാം ത്യജിക്കുന്നത്, പോരാടുന്നത് ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ്.